പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 24-ന് പൊൻകുന്നത്ത് എത്തും. രാവിലെ 11 മണിക്ക് പൊൻകുന്നം രാജേന്ദ്ര മൈതാനത്ത് സ്വീകരണം നൽകും. ഗവൺമെന്റ് ഹൈസ്കൂൾ പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ വരവേൽക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി, മോൻസ് ജോസഫ്, N.K. പ്രേമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. പുതുയുഗ യാത്രയെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധത്തിൽ ജാഥ ക്രമീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണ കേന്ദ്രമായ പൊൻകുന്നത്തേക്ക് കടന്നു വരിക. പൊൻകുന്നത്ത് കൃത്യം 11:30-നാണ് നമ്മൾ സ്വീകരണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട 9 മണ്ഡലങ്ങളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം പ്രവർത്തകരും നേതാക്കളടക്കമുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പെട്രോൾ പമ്പ്, താഴത്തെ പെട്രോൾ പമ്പ് കുമളി റോഡിലുള്ള സ്കൂൾ ജംഗ്ഷനിൽ നിന്നും, ഗവൺമെൻറ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. രാജേന്ദ്ര മൈതാനിയിൽ വെച്ചാണ് പൊതുസമ്മേളനം. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള, ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവീനർ ജിജി അഞ്ചാനി, വൈസ് പ്രസിഡന്റ് TA ഷിഹാബുദ്ദീൻ, സെക്രട്ടറി മുണ്ടക്ക M. സോമൻ, കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുതിരമല, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ കരീം മുസലിയാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.